എം സ്വരാജാണ് മത്സരിക്കുന്നത്. അല്ല, എം സ്വരാജിന് എന്താ മത്സരിക്കാൻ കുഴപ്പം? എം സ്വരാജിന് മത്സരിക്കാമല്ലോ. അല്ല, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തി ഉണ്ടെന്ന് അറിയുള്ളൂ. അല്ല, കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, അത് പാലക്കാടും തീരുമാനിച്ചിരുന്നല്ലോ. പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ സ്വന്തം മാറി പാർട്ടി ചിഹ്നത്തിൽ ആൾ വരുമ്പോൾ മത്സരം കുറച്ചുകൂടി കടുപ്പമായിരിക്കും അവരുടെ വിലയിരുത്തൽ. അല്ല, മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും UDF LDF രാഷ്ട്രീയത്തിന്റെ വലിപ്പം അറിയാം. 23 തീയതി വോട്ടെണ്ണുമ്പോഴാണ്. അതുവരെ എല്ലാവരും സമന്മാരല്ലേ. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതൊന്നും ബാധിക്കില്ല എന്നാണോ? ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ആ മനസ്സ് എന്താണ് എന്നുള്ളത് 23 അറിയാം. ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പിണറായിസത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ വയനാട്ടിലെ സ്ഥിതി എന്താ? മഴ പെയ്തിട്ട്. അപ്പം ഇതെല്ലാം പ്രതിഫലിക്കും. ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ആളുകൾ ഒരുപാട് വ്യത്യസ്തതകൾ